എറണാകുളം മണ്ഡലത്തിലെ പറവൂരിലും വൈപ്പിനിലും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറും പ്രതിപക്ഷ നേതാവ് VD സതീശനും രാവിലെ 7 മണിക്ക് തന്നെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. എറണാകുളം മണ്ഡലത്തിലെ പറവൂരിലും വൈപ്പിനിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശാന്തമായി മുന്നേറുന്നു. വടക്കേക്കര പഞ്ചായത്തിലെ വാവക്കാട് 13-ാം ബൂത്ത്, തുരുത്തിപ്പുറം 18-ാം ബൂത്ത് എന്നിവിടങ്ങളിൽ 3 വോട്ടിംഗ് മെഷീൻ തുടക്കത്തിലെ പണിമുടക്കി. AVV പാറ്റുകളും ശരിയായി പ്രവർത്തിച്ചില്ല. പോളിംഗിന് മുമ്പ് ഇതെല്ലാം ശരിയാക്കിയെങ്കിലും തുരുത്തിപ്പുറത്ത് ഇതുമൂലം പോളിംഗ് ആരംഭിക്കാൻ 3/4 മണിക്കൂർ വൈകി. വാവക്കാട് മെഷീന്റെ ബാറ്ററി ചാർജ് കുറവ് കാണിച്ചതിനെ തുടർന്ന് ഉടനെ മറ്റൊരു മെഷീൻ എത്തിച്ച് വോട്ടിംഗ് താമസിയാതെ തുടങ്ങി. പറവൂർ നിയോജക മണ്ഡലത്തിൽ 175 ബൂത്തുകളാണുള്ളത്. കളമശ്ശേരി നിയോജക മണ്ഡലത്തിലുള്ള 174 ബൂത്തുകളുടെ നിയന്ത്രണവും പറവൂരിലാണ്. 700 ഉദ്യോഗസ്ഥരെ പറവൂർ നിയോജക മണ്ഡലത്തിലും 696 പേരെ കളമശ്ശേരിയിലും പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ രണ്ടിടത്തുമായി 305 പേർ റിസർവായുമുണ്ട്. ഓരോ ബൂത്തിലും പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പോളിംഗ് ഓഫീസർമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരുണ്ടാകും. പറവൂരിൽ പുല്ലംകുളം ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 103-ാം ബൂത്തും കളമശ്ശേരിയിൽ കരുമാനൂർ സെന്റ് ട്രീസാസ് UP സ്കൂളിലെ 11-ാം ബൂത്തും വനിതാ ഓഫീസർമാർ മാത്രം നിയന്ത്രിക്കുന്ന പിങ്ക് ബൂത്തുകളാണ്. 2 മണ്ഡലങ്ങളിലും പ്രശ്നബാധിത ബൂത്തുകളില്ല. 2 നിയോജക മണ്ഡലങ്ങളിലുമായി 4 വീതം ബൂത്തുകൾ മാതൃകാ ബൂത്തുകളായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച പോളിംഗ് കഴിഞ്ഞാൽ പറവൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് വോട്ടിംഗ് മെഷീനുകൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കളമശ്ശേരിയിലേത് പുല്ലംകുളം ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലും തിരിച്ചെത്തിക്കും. തുടർന്ന് വോട്ടെണ്ണൽ കേന്ദ്രമായ കുസാറ്റിലേക്ക് കൊണ്ടുപോകും. എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ രാവിലെ 7 മണിക്ക് തന്നെ വെടിമറ കുമാരവിലാസം ഗവൺമെന്റ് UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താനെത്തി. ഞാൻ പിന്നെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലോ, വിജയിക്കും. പിന്നെ പോളി ശതമാനം അത് ചോദ്യം ഒരു അപ്രസക്തമാണ്. ജനങ്ങൾ കൂടെ ഉണ്ട്, ജനങ്ങൾ കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടെ ഉണ്ടാവും, ജനങ്ങൾ ജയിക്കും. ഇന്ത്യ ജയിക്കണം, ഇന്ത്യയിലെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, രാജ്യത്തെ എല്ലാവർക്കും മതത്തിനതീതമായി മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവരും ഉണ്ട്, അതൊക്കെ നിലനിൽക്കെ തന്നെ ഇവിടെ അന്തസ്സോടുകൂടി എല്ലാ മനുഷ്യാവകാശങ്ങളും ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ കഴിയണം. അതിനു വേണ്ടി ശബ്ദിക്കുന്നത് ഇടതുപക്ഷമാണ്. അപ്പോൾ ഇടതുപക്ഷം അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടെ നിൽക്കും. തീർച്ചയായിട്ടും സാഹചര്യമാണ്, ജനങ്ങളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത് സാഹചര്യമാണ്. ആ സാഹചര്യം ജനങ്ങൾ LDFന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് രാഷ്ട്രീയത്തിലുള്ളത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ കൂടുതൽ ശക്തമായ രീതിയിൽ വരേണ്ട ഒരു കാലഘട്ടമാണ്. ഫാസിസ്റ്റ് തേർവാഴ്ച എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതിനെതിരെ ഫാസിസത്തിനെതിരെ സംസാരിക്കുകയും നിലപാടെടുക്കുകയും, ഇപ്പോൾ അറിയാലോ CAA ഒക്കെ വന്നിട്ട് ഈ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരേ ഒരു ശബ്ദം കേരളത്തിൽ നിന്ന് മാത്രമാണ്. ജനവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് ഈ നിയമം. അതുകൊണ്ട് തന്നെ ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയാൻ ഒരേ ഒരു ശബ്ദമുള്ളൂ, അത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ. ഭർത്താവിനും മകൾക്കുമൊപ്പമായിരുന്നു ഷൈൻ ടീച്ചർ എത്തിയത്. മകൾ ആമിക്ക് ഇത് കന്നി വോട്ടാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും കുടുംബവും രാവിലെ 7 മണിക്ക് തന്നെ പറവൂർ കേസരി ബാലകൃഷ്ണ മെമ്മോറിയൽ കോളേജിൽ വോട്ട് രേഖപ്പെടുത്താനെത്തി. രാവിലെ തന്നെ 7 മണിക്ക് വോട്ട് രേഖപ്പെടുത്തി. എനിക്ക് കേരളത്തിലെ മുഴുവൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യണം എന്നാണ്. കാരണം ഇതൊരു വലിയ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം ജീവിക്കണമോ മരിക്കണമോ എന്നുള്ള ചോദ്യം ഉയരുന്നൊരു തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ ജീവിക്കണമെന്നാണ് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ ഒരു സർക്കാർ ഉണ്ടാകണം എന്ന് രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിശബ്ദമായൊരു തരംഗം രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കേരളത്തിൽ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനങ്ങളുടെ അമർഷവും പ്രതിഷേധവും രോഷവും എല്ലാം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. മാത്രമല്ല ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവാണ് ഇന്ത്യ മുന്നണി എന്നുള്ളൊരു ധാരണ കൂടി ജനങ്ങളുടെ ഇടയിലുണ്ടായിട്ടുണ്ട്. അത്രയും മനോഹരമായ ഒരു പ്രകടന പത്രികയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ താരതമ്യം ഉണ്ടാകും എന്നുകൂടി കരുതുകയാണ്. കേരളത്തിൽ 20-ൽ 20 സീറ്റ് ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം. ഇതുവരെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട തീരുമാനിച്ചത് കേരളത്തിലെ UDF ആണ്. ആ അജണ്ടയിൽ UDF തീരുമാനിച്ച അജണ്ടയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നിർത്താൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തി കൂടി ഞങ്ങൾക്ക് തീർച്ചയായിട്ടുമുണ്ട്.
ഇതിനിടെ വൈപ്പിനിൽ കള്ളവോട്ട് ചെയ്തതായി പരാതിയുണ്ട്. സാന്താക്രൂസ് സ്കൂളിലെ 132-ാം ബൂത്തിലാണ് കള്ളവോട്ട് നടന്നത്. തങ്കമ്മ ഡോണി എന്നയാളുടെ വോട്ട് മറ്റൊരാൾ ചെയ്തതായാണ് പരാതി. 18 വയസ്സായപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു വോട്ട് ചെയ്യാനെന്നും ഇപ്പോൾ ആ ആഗ്രഹം സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ചെറായി ചക്കരക്കടവ് സെന്റ് ജോർജ് LP സ്കൂളിൽ കന്നിവോട്ട് ചെയ്യാനെത്തിയ 22-കാരി മായ പറഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 18 വയസ്സായപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ്. ഇപ്പം വോട്ട് ചെയ്യാൻ പറ്റിയത് സന്തോഷം.